തെരഞ്ഞെടുപ്പിന് 4 നാൾ മാത്രം ബാക്കി നിൽക്കെ ആരോപണ പ്രത്യാരോപണങ്ങളിൽ കലങ്ങി മറിയുകയാണ് രാഷ്ട്രീയ കേരളം. അശ്ലീല വീഡിയോ നിർമ്മിച്ചെന്ന ആരോപണത്തിൽ നിന്ന് വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജ പിന്നാക്കം പോയി. ആറ്റിങ്ങലിൽ വോട്ടിന് പണം എന്ന ആരോപണമാണ് പ്രധാന ചർച്ച. പരസ്യപ്രചാരണം അവസാനിക്കാൻ 3 ദിനം മാത്രം ബാക്കി. ഏറ്റവും ഒടുവിൽ ആരോപണ പ്രത്യാരോപണങ്ങളുടെ ചാമ്പ്യനാകാനാണ് മുന്നണികളുടെ ശ്രമം. വടകരയിൽ ഏറെ നാളായി കത്തിനിന്ന അശ്ലീല വീഡിയോ ആരോപണത്തിൽ നിന്ന് KK ശൈലജ പിന്മാറി. അശ്ലീല വീഡിയോ അല്ല, ഫോട്ടോ ആണ് നിർമ്മിച്ചത് എന്നായിരുന്നു ശൈലജയുടെ പുതിയ വെളിപ്പെടുത്തൽ. എന്നാൽ KK ശൈലജയുടെ പഴയ വീഡിയോകൾ ഉയർത്തിക്കാട്ടി കള്ളത്തരങ്ങൾ പൊളിഞ്ഞുവെന്നാണ് UDFന്റെ വാദം. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ പ്രധാന ചർച്ച വോട്ടിന് പണം ആരോപണമാണ്. വ്യവസായി ബിജു രമേശ് UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശിനു വേണ്ടി പണം വിതരണം ചെയ്തുവെന്ന ആരോപണം കടുപ്പിക്കുകയാണ് LDF. പണം വിതരണം ചെയ്യാനുള്ള ഡീൽ ഉറപ്പിച്ചുവെന്നാണ് LDF സ്ഥാനാർത്ഥിയുടെ ആരോപണം. UDFും LDFും മണ്ഡലത്തിൽ വ്യാപകമായി പണമൊഴുക്കുന്നുവെന്ന് BJPയും ആരോപിക്കുന്നു. പരാജയഭീതിയിൽ LDFന്റെ കഥയാണിതെന്നാണ് UDFന്റെ പ്രതിരോധം. സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള വാക്പോര് മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ്. മുഖ്യമന്ത്രിക്കെതിരെ പ്രിയങ്ക ഗാന്ധി കൂടി രംഗത്തെത്തിയതോടെ അതൊരു ദേശീയ വിഷയമായി മാറി. രാഹുൽ ഗാന്ധി പിണറായി വിജയൻ വാക്പോര് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിൽ ഉന്നയിച്ചതോടെ കേരളത്തിലെ പ്രശ്നങ്ങൾ ദേശീയ വിഷയമായി കൂടി മാറുകയാണ്. അവസാന ലാപ്പിൽ പരമാവധി ദേശീയ നേതാക്കളെ കളത്തിലിറക്കാനാണ് മുന്നണികളുടെ ശ്രമം. രാഹുൽ ഗാന്ധി നാളെ വീണ്ടും കേരളത്തിലേക്ക് എത്തും. 24 തിരുവനന്തപുരം.